ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജവാദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബോംബെ ബിരിയാണിയാണ്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയാണ്, ഒരു ഷാൻ കമ്പനിയുടെ. അപ്പൊ അതിലെ മസാലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജീരകം, പെരിഞ്ചീരകം, കരിഞ്ചീരകം, ഡ്രൈ പ്ലം, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടുള്ള മസാല നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു ഇത് തോന്നി, അങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. അപ്പൊ അതാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഛേദമില്ലാത്ത ഉപകാരമല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ആ സ്പെഷ്യൽ ബോംബെ ബിരിയാണി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ബോംബെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് ഞാൻ 1 മണിക്കൂർ ആയി അരി കുതിർത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം തന്നെ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് മസാലകളെല്ലാം ഉണ്ട്. അപ്പൊ കുറച്ച് മസാലകൾ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം, രണ്ട് കഷ്ണം ചെറിയ പട്ട, ജാതിപത്രി ചെറിയൊരു കഷ്ണം, കുരുമുളക്, എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എല്ലാം അതിനകത്ത് ഉണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ്. അപ്പൊ നമ്മുടെ അരി ഒരു 3/4 കിലോ അരി ഇതുണ്ട് കുതിർത്തി വെച്ചത്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബോംബെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറച്ച് മസാലകളും നമ്മൾ മിക്സ് കൂടാതെ കുറച്ച് മസാലകളും ഇതാക്കണം. അപ്പൊ അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നമ്മൾ അരിഞ്ഞു വെച്ച 3 സവാള ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മറ്റേ ബോംബെ മസാലയിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പൊ വയന്ന് കിട്ടും. സവാളയിൽ ഉപ്പ് ഇട്ട് വയറ്റുവാണെങ്കിൽ പെട്ടെന്ന് വയന്ന് കിട്ടും. മറ്റേതുപോലെ അധികം സമയം എടുക്കൂല. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 3 തക്കാളിയും കൂടി, ഇപ്പൊ സവാള നല്ലോണം ഇതായി വന്നിട്ടുണ്ട്, വയറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ 3 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബോംബെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വെന്തിട്ടുണ്ട്. അപ്പൊ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ പാത്രത്തിലോട്ട് ഊറ്റിയെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് അരിപ്പയില്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബോംബെ ബിരിയാണിക്ക് പൊട്ടറ്റോ വേണം. നമ്മൾ 1 കപ്പോളം തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലെ സ്പെഷ്യൽ മിക്സായ ബോംബെ ബിരിയാണി മിക്സ്, ഷാൻ കമ്പനിയുടെ ബോംബെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഷാൻ ബോംബെ ബിരിയാണി മസാല സ്പെഷ്യൽ ബോംബെ ബിരിയാണി മിക്സ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ച ബോംബെ ബിരിയാണിയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കപ്പോൾ ബോംബെ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം മസാലയിലേക്ക് മിക്സ് ചെയ്യാൻ. നമ്മൾ അതിന് ഹാഫ് ഫ്രൈ ചെയ്ത് ഒന്ന് എടുക്കുക. ബോംബെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കിടന്നൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് വേണം ചോറ് അതിൻ്റെ റൈസ് ദം ചെയ്തെടുക്കാൻ വേണ്ടി. ദം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മസാല ആദ്യം കുറച്ച് അടിവശത്ത് ആദ്യം മസാല ഇട്ട് കൊടുക്കണം. അതേ ചോറ് അതിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ മസാല ഇട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുഴുങ്ങി വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലെയർ അത് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ്റെ മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് വറുത്ത് വെച്ച കശുവണ്ടിയും സവാളയും വറുത്ത് വെച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ചുകൂടി നെയ്യ് ഇങ്ങനെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ നമ്മുടെ ബോംബെ ബിരിയാണി റെഡിയായി. അതിലിപ്പോ ഇനി ദമ്മ് ഒരു 5 മിനിറ്റ് ദമ്മായി കഴിഞ്ഞാൽ നല്ല അടിപൊളി ബോംബെ ബിരിയാണി തയ്യാറായിരിക്കുകയാണ്. അതിനുള്ള അവസാന മിനുക്കുപണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോംബെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ബോംബെ ബിരിയാണി കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.